മക്കളെ, അപ്പോൾ എൻ്റെ നീറ്റ് ആൻഡ് കീം എഴുതാൻ പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസാണ് മിസ് പറയുന്നത്. അപ്പോൾ എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, എക്സാം ഒന്നും എഴുതാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ +2 എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠിത്തമൊക്കെ കണ്ടിന്യൂ ചെയ്യുക. അതല്ല, നിങ്ങൾ സീരിയസ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എക്സാം വന്നപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആയതാണ്, ഇനി അതുമല്ല എക്സാം എഴുതാൻ താല്പര്യമുണ്ട്, ഇങ്ങനെയുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹാപ്പി ന്യൂസാണ് മിസ് പറയണത്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ എക്സാമിന് തന്നെ നീറ്റ് ആൻഡ് കീമിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ മെജോറിറ്റി നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പകുതി ആയപ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ തുടങ്ങിയ സമയത്താണ് കുറേ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അഡ്മിഷൻ ടീമിലേക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നീറ്റ് കീം ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ബാച്ച് നമ്മൾ എന്തായാലും ലോഞ്ച് ചെയ്യുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ ക്ലാസ്സുകളൊന്ന് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, കാരണം നിങ്ങളുടെ എക്സാം ആയതുകൊണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ച ആ ഒരു കാര്യം, അതായത് നമ്മുടെ നീറ്റ് ആൻഡ് കീം ജെഇയുടെ ക്രാഷ് ബാച്ച് 2.0 നമ്മൾ വേഗം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വൺസ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങളുടെ കീമിൻ്റെ എക്സാം എന്ന് പറയുന്നത് April 17th അതുപോലെ തന്നെ 23rd ഉള്ളിലാണ്. ആൻഡ് നീറ്റ് എക്സാം വരുന്നത് May 3rd ആൻഡ് ജെഇ വരുന്നത് April 2nd and 9th ഉള്ളിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടൈമിൽ ഇപ്പോൾ നീറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും നമുക്കൊരു 1 month കിട്ടും. ആൻഡ് കീമിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ എന്നിരുന്നാലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ബയോളജിക്ക് ഇപ്പം നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ഒരു ലോങ് സ്റ്റഡി ലീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കീമിന് വേണ്ടിയിട്ട് പഠിക്കാൻ കുറച്ചുകൂടി ഒരു ദിവസം കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് നമ്മുടെ ബാച്ചിലുള്ള കാര്യങ്ങൾ, റിസോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബയോസയൻസിൻ്റെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നീറ്റ് ആൻഡ് കീമിൻ്റെ 2.0 ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കാരണം ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ, ഇപ്പോൾ ഇത്രയും ദിവസങ്ങളാണുള്ളതെന്ന് ഉറപ്പാണല്ലോ, അപ്പോൾ ഈ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടാവുന്ന രീതിയിലുള്ള ടൈം ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ വെച്ച് എൻ്റെ കുട്ടിക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ജെഇ കീമൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേതായിട്ട്, നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഇതിന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ റെയറാണ്. പക്ഷേ നിങ്ങൾ ഇതിപ്പം ചെയ്ത് നോക്കുന്നത് ഒരു 1 year നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്രാഷ് ബാച്ച് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ഒരു ബെസ്റ്റ് ട്രൈ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ? അതായത് വെറുതെ ഒന്നും പഠിക്കാതെ പോയിട്ട് ഒരു എക്സാം എഴുതുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും നമ്മൾ ഉള്ള സമയം കൊണ്ട് ഏറ്റവും നന്നായി പഠിച്ചൊരു ബെസ്റ്റ് ട്രൈ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഉള്ള ഒരു നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിച്ച ആ ഒരു ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ബെസ്റ്റ് ട്രൈ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ട്രൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, എനിക്ക് ഈ ഒരു സ്ട്രെസ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ഈ ഒരു മിനിമം ടൈമിൽ പഠിച്ച് നിങ്ങൾക്കൊരു മിനിമം നല്ല സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ ഒരു 1 year നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാം അല്ലേ? ഇനി അതല്ല, നിങ്ങളുടെ പബ്ലിക് എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് വേണ്ടി NCERT +1 +2 അത്യാവശ്യം നല്ലപോലെ പഠിച്ച ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത്, കാരണം നമ്മുടെ നീറ്റിൻ്റെ ആയാലും ജെഇ കീമിൻ്റെ ആയാലും ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ നീറ്റിൻ്റെ മക്കൾക്കാണെങ്കിൽ ഈ ബുക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് OMR ഷീറ്റ് കിട്ടുന്നുണ്ടാകും. അപ്പോൾ നമുക്കറിയാം എത്രയധികം നിങ്ങൾ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്ന, എത്രയധികം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നോ, അത് നിങ്ങളുടെ എക്സാമിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ അക്യുറസി, ടൈം മാനേജ്മെൻറ്റ് ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യും. അതിനൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതിനൊക്കെ ഈ ഒരു 1 month ക്രാഷ് കോഴ്സ് ഈ കുറഞ്ഞ ദിവസങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഒന്നും പഠിക്കാത്ത മക്കളാണെങ്കിൽ ഒരു ബെസ്റ്റ് ട്രൈ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതല്ല പഠിച്ചിട്ടുണ്ട്, NCERT നന്നായി പഠിച്ച മക്കൾക്കാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉള്ള സമയം നമ്മുടെ നീറ്റിന് സമാധാനത്തോടു കൂടി ബാക്കി പബ്ലിക് എക്സാം, റെക്കോർഡ്, മോഡൽ എക്സാം അതിൻ്റെ ടെൻഷനൊന്നും ഇല്ലാതെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ചാൻസാണ് ഇത്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താം. താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ലൈവ് ക്ലാസ്സുകൾ, മോക്ക് എക്സാം, ഫ്രീ ആയിട്ടുള്ള നീറ്റിൻ്റെയും കീമിൻ്റെയും ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആകാതിരിക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക.